അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട് ഈ എക്സിബിഷൻ സന്ദർശിക്കുവാനും ഓരോ പവലിയനിലൂടെയും കടന്നു പോകാനും. ചൈൽഡ്ഹുഡ് മുതൽച്ച് അഡോൾസൻസ് വരെ എങ്ങനെ ആയിരിക്കണം ഒരു കുട്ടിയും ഒരു കുടുംബവും ജീവിച്ചേക്കാൻ, ഇസ്ലാമിക അന്തരീക്ഷത്തോടെ മാത്രമല്ല ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം പോലും കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വളരെ പ്രധാനം. ഒരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവന് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ മാത്രമല്ല ഇത് മനസ്സിലാക്കേണ്ടത്. അവന് ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയാണ് അവൻ പെരുമാറേണ്ടത്, തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഓരോ കാൽവെപ്പിലും എങ്ങനെ നടത്തേണ്ടത് എന്നുള്ള നല്ലൊരു മെസ്സേജാണ് നൽകുന്നത്. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇവിടെ മാത്രമല്ല കേരളത്തിലൊരു പക്ഷേ, കാരണം ഇതിൻ്റെ കണ്ടൻസൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇവിടുന്ന് മാത്രം കിട്ടുന്ന കണ്ടൻസ് അല്ല, കേരളത്തിൽ നല്ലൊരു ബാക്കപ്പ് ഇതിനുണ്ടായിട്ടുണ്ടെന്നാണ്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തൗഫീക്കും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഇത്തരം സന്ദേശങ്ങളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം നടക്കുന്ന ഈ വർഗീയത മറ്റുള്ളത് ഇതൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് മനുഷ്യ ജീവിതം എങ്ങനെയാണ് പരിപൂർണമായും ഒരു യഥാർത്ഥ ഒരു മുസ്ലിം മാത്രമല്ല യഥാർത്ഥ ഒരു മനുഷ്യനായി ജീവിക്കേണ്ടെന്നുള്ള ഒരു മാതൃകയാണ്. കുട്ടികളൊക്കെ തന്നെ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് കുട്ടികളൊക്കെ തന്നെ അത് ഡെമോൺസ്ട്രേറ്റ്, കുട്ടികളൊക്കെ അതിൽ പാണ്ഡിത്യം നേടിയവരെ നമ്മളെക്കാളേറെ പാണ്ഡിത്യം നേടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി നമ്മുടെയൊക്കെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം പരിപാടികളുമായി ജിദ്ദ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.